സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, സെൽഫ് അവയർനെസ്, സെൽഫ് കോൺഫിഡൻസ്, ഇങ്ങനെ സെൽഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വേർഡ്സുകൾ നമുക്ക് സുപരിചിതമാണ്. സൈക്കോളജിയിൽ ഇത് ഒരുപാട് നമുക്ക് കേട്ടുപരിചയമുള്ള കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം സെൽഫ് എന്ന സംഗതിയെ ഫോക്കസ് ചെയ്യുന്നത് എന്നാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടായി വന്നാൽ മാത്രമാണ് നമ്മുടെ ചുറ്റുപാടത്തേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും എന്നോട് കാണിക്കുന്ന മറ്റുള്ളവരുടെ സമീപനങ്ങളെയും ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആനും ഇതിനെ എടുത്തു പറയുന്നുണ്ട്. അംഫുസക്കും വാഹ്ലീക്കും നാറ എന്ന് പറയുന്നുണ്ട്. അംഫുസിനെയാണ് അവിടെ ആദ്യം, നഫ്സിനെ നിങ്ങൾ നാറിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട്. നരകത്തിൽ നിന്ന് സ്വന്തത്തെ കാത്തുരക്ഷിക്കാൻ കഴിയാത്ത ഒരാൾക്ക് അവന്റെ കുടുംബത്തെയും അഹ്ലീഖിനെയും രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല എന്നാണ്. അപ്പൊ അംഫുസിൽ ആരാണോ പാകപ്പെട്ട് നിൽക്കുന്നത്, നഫ്സിനെ ആരാണോ എപ്പോഴും പ്രൊട്ടക്റ്റീവായിട്ട് നിലനിർത്താൻ പറ്റുന്നത്, അവന് തന്നെയാണ് എല്ലാ തരത്തിലുള്ള വിജയങ്ങളെയും കൈവരിക്കാൻ കഴിയുന്നത് എന്നാണ്. സ്വയം പാകപ്പെടുക എന്നത് ഒരു വ്യക്തിയുടെ അത്യന്താപേക്ഷികമായ കാര്യമാണ്. ഇതുകൊണ്ട് തന്നെ ആയിരിക്കല്ലോ 5 നേരവും സ്വന്തത്തെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് നമസ്കാരം നമ്മൾ നിലനിർത്തി പോകുന്നതും. 5 നേരവും നമ്മളെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുപോലെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ആ ഇബാദത്ത് ഓരോ വ്യക്തിക്കും നിർബന്ധമാക്കിയും തന്നിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയും അതിനെ പാകപ്പെടുത്തുകയും അതിനെ ക്ലിയർ ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളും എല്ലാത്തിനുള്ള അച്ചീവ്മെന്റ്സുകളും അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കുമെന്നാണ്. സെൽഫ് അവയർനെസ് ഉണ്ടാവുകയും സെൽഫ് ലവ് ഉണ്ടാവുകയും സെൽഫ് റെസ്പെക്ട് ഉണ്ടാവുകയും എല്ലാം നമുക്ക് ആവശ്യമാണ്. നമ്മൾ സ്വന്തത്തെ മനസ്സിലാക്കാനും പഠിക്കാനും പാകപ്പെടുത്താനും കഴിവുള്ളവരാവട്ടെ. താങ്ക് യു ഓൾ.